നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് RRB NTPCയുടെ GK പോർഷൻസിലെ ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിയെ പഠിച്ചെടുക്കാനായിട്ട് പറ്റുക? നമുക്കറിയാം RRB NTPC എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് അല്ലേ. ഡിഗ്രി ലെവലിലും +2 ലെവലിലും ഒക്കെയുള്ള ലെവൽ 6, ലെവൽ 5, അതേപോലെ തന്നെ ലെവൽ 3, ലെവൽ 2 ഒക്കെ വരുന്ന പോസ്റ്റുകൾ അടങ്ങുന്ന അല്ലെ, കുറേ അധികം വേക്കൻസികൾ അടങ്ങുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇത് ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ അല്ലേ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് RRB NTPC. അതിലെ ഇന്ത്യൻ പൊളിറ്റി, അതിൽ GK പോർഷൻസിൻ്റെ പ്രത്യേകത, GKക്ക് CBT 1 അതേപോലെ തന്നെ CBT 2 രണ്ട് ഭാഗങ്ങളിലും ഒരേ സിലബസ് തന്നെയാണ്. അത് GKയുടെ എല്ലാ ഭാഗങ്ങൾക്കും മൊത്തത്തിലെല്ലാം ഒരേ സിലബസ് തന്നെയാണ്. അതിൽ CBT 1 എന്ന് പറയുന്നതിനകത്തിൽ 40 GK ക്വസ്റ്റ്യൻസും ദെൻ CBT 2 50 GK ക്വസ്റ്റ്യൻസുമാണ് വരിക അല്ലേ. CBT 1 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, CBT 2 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് രണ്ട് ഭാഗങ്ങളിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് GK എന്ന് പറയുന്ന ജനറൽ നോളജ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. അതിലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ഇന്ന് അതെങ്ങനെയാണ് പഠിക്കുക, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ശരി, നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. നോക്കിയേ, അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. നോക്കിയടാ, ഹിസ്റ്ററി ഓഫ് മേക്കിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇത് ഒരു ജനറൽ ആയിട്ട് വരുന്ന കോൺസെപ്റ്റാണ്. നമുക്ക് ഹിസ്റ്ററിയിലും മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഹിസ്റ്ററി പോർഷനിലും ഈ ഒരു ഭാഗം പഠിക്കാനുണ്ട്. എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നത്, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, അതിന് മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില ആക്റ്റുകൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കി വെച്ചിട്ടുള്ള ചില ആക്റ്റുകളൊക്കെ അടങ്ങുന്നതാണ് ഹിസ്റ്ററി ഓഫ് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് നോക്കാനുണ്ട്. ദെൻ പ്രിയാമ്പിൾ അല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അന്തസ്സത്തെ അടങ്ങിയിരിക്കുന്ന പ്രിയാമ്പിളിനെ കുറിച്ച്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ദെൻ വളരെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പോലെയുള്ള ഭാഗങ്ങൾ, DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നറിയപ്പെടുന്ന DPSPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കുറേ അധികം അമെൻമെൻറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ നമുക്ക് ചർച്ച ചെയ്യണം അല്ലേ. അത് പരീക്ഷയ്ക്ക് നിത്യമായിട്ട് കൃത്യം നിങ്ങൾ RRB NTPCയുടെയോ ഗ്രൂപ്പ് ഡിയുടെയോ JEയുടെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വന്നേക്കാം. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമെൻമെൻറ്റുകൾ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂളുകൾ. അപ്പം നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനെ പ്രധാനമായിട്ടും ഷെഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, ആർട്ടിക്കിളുകളായിട്ടും ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകളെ പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ആർട്ടിക്കിളുകൾ അതിനെ പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ദെൻ ഇതിനെയൊക്കെ നിർവചിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടുകളെയൊക്കെ നിർവചിക്കുന്ന മറ്റേ ഷെഡ്യൂളുകളും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഷെഡ്യൂളുകളെ കുറിച്ച് പഠിക്കണം. ദെൻ ഇന്ത്യയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ പോലെയുള്ള ഭാഗങ്ങൾ അല്ലേ. ഈ ഭാഗങ്ങളിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും ഒക്കെ ഒരേ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗങ്ങളാണ് അല്ലേ. ഇവിടെ നിന്നൊക്കെ ഡെഫിനറ്റ് ആയിട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളാണ്. ദെൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുപ്രീം കോടതി, ഗവർണർ പോലെയുള്ള പ്രധാനപ്പെട്ട പോർഷൻസ്, ദെൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കൗൺസിൽ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മുന്നോട്ട് വരുമ്പോൾ നോക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊക്കെ വരിക എന്നുള്ളത്. ദെൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പഞ്ചായത്തി രാജ് സംവിധാനം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് മുനിസിപ്പാലിറ്റി. ഇവിടെയൊക്കെ നമുക്ക് അമെൻമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുക അല്ലേ. അമെൻമെൻറ്റ്, പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്, 73rd അമെൻമെൻറ്റ് എന്നൊക്കെ പഠിക്കും. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവില്ല. പക്ഷേ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാവും. അപ്പോൾ 73rd അമെൻമെന്റ് എന്ന് പറയുന്ന അമെൻമെന്റിലാണ് പഞ്ചായത്തി രാജ് സംവിധാനമൊക്കെ നിലവിൽ വരുന്നത്. ദെൻ മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ട് ജുഡീഷ്യൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു, സുപ്രീം കോടതി, അതേപോലെ തന്നെ ഹൈക്കോടതികൾ, മറ്റ് കോടതികൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ദെൻ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റം എന്താണ് ഓൾറെഡി പറഞ്ഞാണ്, അമെൻമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ ചില കമ്മിറ്റികൾ അല്ലെ, നമ്മുടെ രാജ്യസഭയിലാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലാണെങ്കിലും അവിടെയൊക്കെ എന്തുണ്ട്, ചില കമ്മിറ്റികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള ചില കമ്മീഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തൂടെ കടന്നു പോയാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ എങ്ങനെയായിരിക്കണം രാജ്യത്ത് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള
കടമകളാണ് രാജ്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത് അല്ലേ? അത്തരത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പൗരൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യൻ പൊളിറ്റിയിൽ ഉൾപ്പെടുക. അപ്പം ആ വസ്തുതകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ സമീപിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വളരെ രസകരമായി നമുക്ക് ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കാനായിട്ട് കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് എന്നു പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗം. ശരി, നമുക്കിതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നമുക്കിതിന് മുമ്പ് നടന്ന 2019 നടന്ന RRB NDPC എക്സാമിൻ്റെ CBT 1 ബന്ധപ്പെട്ട് ഏകദേശം ഓരോ ഷിഫ്റ്റിലും 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ എവിടുന്നുണ്ട്? ഇന്ത്യൻ പൊളിറ്റി ഭാഗത്തു നിന്നുണ്ട്. അതായത് ഏകദേശം 40 ചോദ്യങ്ങളാണ് എവിടെയുള്ളത്? ടോട്ടൽ 40 ചോദ്യങ്ങളാണ് GK യിൽ നിന്ന് ചോദിക്കുക. അതിൽ 3 മുതൽ 5 ചോദ്യങ്ങൾ വരെ എവിടെ നിന്നാണ് മക്കളെ? അത് നമ്മുടെ 2019 എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ ഈ 5 മാർക്ക് അല്ലെങ്കിൽ ഈ 3 മാർക്ക് 5 മാർക്ക് വരെയുള്ള ആ ക്വസ്റ്റ്യൻസ് നമുക്ക് സുഖമായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിയും. ഇവിടുന്ന് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. സാധാരണഗതിയിൽ അമെൻമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരിക. അപ്പോൾ അത്തരത്തിൽ ഉള്ള ക്വസ്റ്റ്യൻസിനെ കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. ഇനിയും CBT 2 വന്നാലോ? CBT 2 വന്നാലും അവിടെ 50 ചോദ്യങ്ങളാണ് GK യിൽ നിന്ന് ടോട്ടൽ ചോദിക്കുക അല്ലെ? 50 ചോദ്യങ്ങളാണ്. അതിൽ 4 മുതൽ 5 5ൽ കൂടുതൽ ചോദ്യങ്ങൾ വരെ പൊളിറ്റി ഭാഗത്ത് നിന്നുണ്ടാവാം. പൊളിറ്റി എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ നിന്ന് 5ൽ കൂടുതൽ ചോദ്യങ്ങൾ വരെ എന്ത് ചെയ്തേക്കാം? കണ്ടേക്കാം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത് എന്നുള്ളത് മനസ്സിലാക്കുക, ഇന്ത്യൻ പൊളിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ശരി, നമുക്കിനി ചില ചോദ്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പഠനത്തിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ശരി, നോക്കി ഒന്നാമത്തെ ചോദ്യം. Which article of the Indian Constitution is related with the oath or affirmation by judges of High Court? കണ്ടോ, ഹൈക്കോർട്ട് നമ്മൾ സാധാരണഗതിയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പഠിക്കും ഒരു നോർമൽ കേസിൽ. പക്ഷേ ഹൈക്കോടതികളെ കുറിച്ചിട്ടോ അതിൻ്റെ അകത്തോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ നമ്മൾ അത്ര പഠിക്കാറില്ല. പക്ഷേ അവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ദ ഓത്ത് ഓർ അഫർമേഷൻ ബൈ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്? ഹൈക്കോടതിയിലെ ജഡ്ജസിൻ്റെ പ്രതിജ്ഞ അല്ലെ, ഓത്ത് ആൻഡ് അഫർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ എത്രയാണ് എന്നാണ് ചോദ്യം. മക്കളെ, ഇതിൻ്റെ ഉത്തരം ഏതാണ്? 219 ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലേ? 219 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്തു പറയുന്നത്? ഓത്ത് ആൻഡ് അഫർമേഷൻ ഓഫ് ജഡ്ജസ് ഇൻ ഹൈക്കോർട്ട്. അപ്പം നമുക്ക് സുപ്രീം കോടതി പഠിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. സുപ്രീം കോടതിയിലെ ജഡ്ജസ് ആരൊക്കെയാണ്? ഇപ്പോൾ കറണ്ട് ജഡ്ജ് ആരാണ്? അതേപോലെ സുപ്രീം കോടതികൾ ചില സ്പെസിഫിക് ആയിട്ടുള്ള സുപ്രീം കോടതിയൊക്കെ ചോദിക്കുക അല്ലെ? നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കുക, ലക്കാണല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലക്കാണ്. കാരണം എല്ലാ സുപ്രീം കോടതികളുടെയും ജഡ്ജസിനെയും നമുക്ക് പഠിച്ചു വെക്കാൻ കഴിയില്ല. എല്ലാ ഹൈക്കോടതികളുടെയും ജഡ്ജസിനെയും നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് കഴിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ കേരളത്തിലെ പോലെയുള്ള നമുക്ക് അറിയായിരിക്കണം അല്ലേ? അതേപോലെ ഇപ്പോൾ നിതിൻ ജങ്കാർ എന്ന് പറയുന്ന ഒരാളാണ് കേരളത്തിൽ ഹൈക്കോടതി ജഡ്ജിയായിട്ട് വരിക. അതേപോലെ തന്നെ കേന്ദ്രത്തിലാണെങ്കിലും DY ചന്ദ്രചൂഡാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹൈക്കോടതികളുടെ ആണെങ്കിലും സുപ്രീം കോടതികളുടെ ആണെങ്കിലും ആർട്ടിക്കിളുകൾ, ഓരോന്നിൻ്റെയും ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ 219 ആർട്ടിക്കിളിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ഓത്ത് ആൻഡ് അഫർമേഷൻ ബൈ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പം കുറച്ചുകൂടി ആഴത്തിലിറങ്ങി, കുറച്ചുകൂടി അകത്തോട്ട് ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഭാഗത്തു നിന്ന് വരാറുണ്ട്. ശരി, നോക്കിക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The inspiration for the adoption of the parliamentary form of government was drawn by the framers of the Constitution of India from? അതായത് നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അല്ലേ, ഇന്ത്യയിലുള്ള പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം ഇല്ലേ? ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻസ്പിറേഷനിൽ നിന്നാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. മക്കൾ, ഇതിന്റെ ഉത്തരം ഏതാണ്? കമൻറ്റ് ചെയ്തോണേ നിങ്ങൾ. ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതാണ്? ബ്രിട്ടൻ ആണ് അല്ലേ? ബ്രിട്ടൻ ആണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന, കുറേ അധികം നാളുകളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് കടമെടുത്തിട്ടുള്ളത്. അപ്പം അത് മാത്രമല്ല, ബ്രിട്ടനിൽ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ, CAG കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. സ്പീക്കർ എന്ന് പറയുന്ന ഒരു ആശയം അവിടെ നമ്മൾ കടമെടുത്തിട്ടുണ്ട് അല്ലെ? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള, അപ്പം കടമെടുക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ആദ്യം തുടക്കത്തിൽ പഠിക്കും അല്ലെ? കടമെടുത്ത കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ, കുറേ രാജ്യത്തിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. നമ്മുടെ USA നിന്ന് കടമെടുത്തിട്ടുണ്ട്,
ഫണ്ടമെന്റൽ റൈറ്റ് പോലെ നമ്മുടെ ആമുഖം പ്രിയാമ്പിൾ പോലെയുള്ള കാര്യങ്ങൾ USA നിന്നാണ്. ദെൻ ഐറിഷ് ഭരണഘടന, അയർലൻഡിലെ ഭരണഘടനയിൽ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ DPSP പോലെയുള്ള ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അപ്പോൾ അത്തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, കയറി ചോദിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നതും എന്നാലൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പൊളിറ്റിയിൽ നിന്ന് വരാറുണ്ട്. ശരി, നോക്കിയേടാ, ബ്രിട്ടൻ ആണ് ഉത്തരമായിട്ട് വരിക. മൂന്നാമത്തെ ചോദ്യം നോക്കി. The DPSP, Directive Principles of State Policy in the Constitution of India have been adopted from. മുമ്പേ ചോദിച്ചതുപോലെ തന്നെയുള്ള എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്ത്? DPSP. ഞാൻ മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ അകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. DPSP എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, ഓർത്ത് വെക്കുക. അപ്പോൾ ഐറിഷ് ഭരണഘടന അയർലൻഡിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഏത്? DPSP. ഇനി അവിടുന്ന് DPSP മാത്രമല്ല, രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 12 പേരെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ പാർലമെന്റിന്റെ ലോക്സഭയിലേക്ക് ആരെയും നോമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നേരത്തെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു 2 പേരെ, പക്ഷേ ആ ഒരു പദവി ഇപ്പോൾ എടുത്തു കളഞ്ഞല്ലേ. ഇപ്പം അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്നില്ല. 12 പേരെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ നോമിനേറ്റ് ചെയ്യേണ്ട ആശയം കടമെടുത്തിരിക്കുന്നത് അവിടുന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ, അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ കാനഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് പോലെയുള്ള ആശയങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഐറിഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, DPSP പോലെയുള്ള ആശയങ്ങൾ. ദെൻ US ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആശയം, അതേപോലെ തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം, ഇതൊക്കെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ US ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണെന്ന് മനസ്സിലായി. DPSP കടമെടുത്തിരിക്കുന്ന ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Article 5 to 11 of the Constitution of India deals with the അല്ലെ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്തിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുക? എന്തിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുക? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ ഉത്തരം? ഓപ്ഷൻ ബി ആണ്, സിറ്റിസൺഷിപ്പ് ആണ് അല്ലേ, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? നമ്മുടെ പാർട്ട് 2 പറയുന്നത് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 എന്തിനെ കുറിച്ച് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലുള്ളത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമുക്കറിയാം ഈ സിറ്റിസൺഷിപ്പ് ഡബിൾ സിറ്റിസൺഷിപ്പ് ഉള്ള രാജ്യങ്ങളുണ്ട്. അപ്പം അമേരിക്കയിലൊക്കെ ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. പക്ഷേ ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ പൗരൻ്റെ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി റദ്ദാക്കപ്പെടും. അതേപോലെ തന്നെ സ്റ്റേറ്റിന് സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഒന്നുമില്ല, രാജ്യത്തിന് മൊത്തത്തിൽ ഒരു സിറ്റിസൺഷിപ്പാണുള്ളത്. ഇപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പാണെന്ന് ഓർത്ത് വയ്ക്കുക. 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാർട്ട് 3 പറയുന്നത് അല്ലേ, പാർട്ട് 3 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ് ആണ് കേട്ടോ. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളെ പറ്റി പറയുന്നത് എവിടെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണെങ്കിലോ ആർട്ടിക്കിൾ പാർട്ട് ഏതാണ് വരിക? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ പാർട്ട് വരുന്നത് പാർട്ട് 4A അല്ലേ, പാർട്ട് 4A 51A കേട്ടോ. പാർട്ട് 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്തിനെക്കുറിച്ച് പറയുക? ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് പറയുക, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ദെൻ ഇന്ത്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ശരി, അത് പാർട്ട് 5 പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തുക. യൂണിയൻ പാർട്ട് 5 പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത്തരത്തിൽ പാർട്ടുകളൊക്കെ പഠിക്കുന്നതിലൂടെ, ഷെഡ്യൂളുകൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ അവിടെ നമുക്ക് കിട്ടാനായിട്ട് കഴിയും. ഓക്കെ അല്ലേടാ? സിറ്റിസൺഷിപ്പ്. അടുത്ത നോക്കിയേ, 5ാമത്തെ ചോദ്യം. Which article of the Indian Constitution deals with the provision of protection of monuments and places and objects of national importance? Okay,
നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊണ്യൂമെന്റ്സോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ ഒക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ് നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട മൊണ്യൂമെന്റ്സും അതേപോലെ തന്നെ പ്ലേസുകളും ഒക്കെ രാജ്യത്തിന്റെ പ്രാധാന്യമുള്ള സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും അല്ലെ ചരിത്രപരമായി പ്രാധാന്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള പല സിവിലൈസേഷനുമായിട്ടൊക്കെ ബന്ധമുള്ള മൊണ്യൂമെന്റ്സ് ആയാലും അതേപോലെ തന്നെ പ്ലേസസ് ആയാലും അത് സംരക്ഷിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണ് മക്കളെ? കമന്റ് ചെയ്തേ. ആർട്ടിക്കിൾ എത്രയാണെന്ന് കമന്റ് ചെയ്തോ. ശരി, ആർട്ടിക്കിൾ 49 ആർട്ടിക്കിൾ 49 ഈ ആർട്ടിക്കിൾ 49 എവിടെയാണ് വരുന്നത്? അത് DPSPയിലാണ്. DPSPയിലാണ് അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന 49ാമത്തെ ആർട്ടിക്കിൾ ഉൾപ്പെടുക. അറിയാം നമുക്ക് DPSPയിൽ എത്ര ആർട്ടിക്കിളാണ് വരുന്നത്? 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളാണ് ഇവിടെ വരിക, DPSPയിൽ വരിക. 36 മുതൽ 51 വരെ. അതിൽ 49ാമത്തെ ആർട്ടിക്കിളാണ് മൊണ്യൂമെന്റ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സംരക്ഷിതമായിട്ടുള്ള ചില മേഖലകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 49 പറയുക അല്ലേ. മറ്റ് ആർട്ടിക്കിളുകൾ കൂടി ഇവിടെ ഒന്ന് നോക്കി വെക്കുക. 43 എന്ന് പറയുന്നത് 48, 48ന്റെ എയും എല്ലാം എവിടെ തന്നെയാണ്? DPSPയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യമാണ് അല്ലേ, ഒരു ആർട്ടിക്കിളിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് RRB NTPCക്ക് പ്രതീക്ഷിക്കാം. അതായത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, എല്ലാ നിലവാരത്തിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പറയുന്ന RRB NTPCക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ കുറച്ചുകൂടി ആഴത്തിലിറങ്ങി നമ്മൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അതേപോലെ തന്നെ കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങളെ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. യാതൊരുവിധ ബുദ്ധിമുട്ടിൻ്റെയും ആവശ്യമില്ല. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആഴത്തിൽ ഇറങ്ങി നമുക്ക് പഠിച്ച് കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനകത്തെ ആശയങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, ഇതൊന്നും മറന്നു പോകത്തില്ല. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക. താങ്ക്